നമ്മൾ 20 കേൾക്കുന്നത് എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒപ്പം കൂടി പഠിച്ച ആളുകളാണ് സഹാബത്ത്, ഉമർ റളിയല്ലാഹു അടക്കമുള്ളത്. അവർ തറാവീഹിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേച്ചത് 20 ആണ്. നബി 8 കേച്ചു എന്ന് പറഞ്ഞ റിവായത്ത് അതിന് പലതിനും സാധ്യതയുണ്ട്. എന്താ ആ 8 കൂടിയതാവും ചില ആളുകൾ വന്നിട്ട്. ചില ആളുകൾ എന്താണ് വന്ന് 8 റക്അത്തിലെ നബിയുടെ ഒപ്പം കൂടിയിട്ടുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 സ്കേച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് ബാക്കി സ്കേരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര നിസ്കരിച്ചിരിക്കുന്നത് സഹാബത്തിൽ നിന്നുള്ള ഭൂരിപക്ഷത്തിൽ പറയാം. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതിനെന്തായി രണ്ടാമത് തന്നെ ആ ജമാഅത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് ജമാഅത്തിനോട് സ്ഥാപിച്ചു കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ പോലെ. അതായത് ഉമർ റളിയല്ലാഹു അൻഹു അല്ല, അതിന്റെ അപ്പുറം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് യോജിക്കാത്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിച്ചിട്ട് ബാക്കി ഒളിവിൽ പോയി നിസ്കരിച്ചതാണോ? അല്ല. എന്റെ കയ്യിലുള്ളത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ മുവത്തക്ക് മഹാനായ ഇമാം സുയൂത്തി എഴുതിയ ശറഹാണ് തൻവീറുൽ ഹവാലിക്. ആ ശറഹിൽ കൃത്യമായി പറയുന്നത് കാണാം. ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അമ്മാ അദദു മാ സല്ല ഫീ ഹദീസുൻ സ്വഹീഹ് വഈഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കരിച്ച അദദ് എണ്ണം പറയുന്നതിൽ ദുർബലമായ ഒരു ഹദീസ് ഉണ്ട്. ആ ദുർബലമായ ഹദീസിലുള്ളത് അന്നഹു സല്ല 20 റക്അ വൽ വിത്ർ, നബി 20 റക്അത്തും വിത്റും നിസ്കരിച്ചു എന്ന് പറയുന്ന ദുർബലമായ റിപ്പോർട്ട് ഉണ്ട്. അഖ്റജഹു ഇബ്നു അബീ ശൈബ, അത് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച നബി 20 റക്അത്തും വിത്റും നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. എന്നാൽ വഖറജ ഇബ്നു ഹിബ്ബാൻ ഫീ സ്വഹീഹിഹി മിൻ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്. അന്നഹു സല്ലല്ലാഹു ബിഹിം സമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ട്. പിന്നെ നബി വിത്ർ നിസ്കരിച്ചു എന്ന് പറയുന്ന ആ റിപ്പോർട്ട് വഹാദാ അസഹു, അതാണ് ഏറ്റവും സ്വഹീഹായ റിപ്പോർട്ട്. ഏറ്റവും സ്വഹീഹായ റിപ്പോർട്ട് അതാണ്. ഏത് 8ഉം വിത്റും നിസ്കരിച്ചു എന്ന ആ റിപ്പോർട്ടാണ് സ്വഹീഹ്. അപ്പൊ 20 നിസ്കരിച്ചില്ല, ദുർബലമാണ്. ആരാ ഏത് വഹാബിയാടാ പറഞ്ഞത്? ഇമാം സുയൂത്തി. ബാക്കി ഇട്ടാണ് വഹാബി എന്നോ ഇനി അതല്ല വേറെ എന്തെങ്കിലും പേരോ എന്താണെങ്കിലും നിങ്ങൾ ഇട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി മാത്രമല്ല ഇത് കൊണ്ടുവരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ എതിര് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എതിരാ നമ്മളെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്നാൽ അവിടെയും പിടുത്തമില്ല കേട്ടോ. ഇതേ കിതാബിൽ തന്നെ കാണാം എന്താണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ ഇബ്നു കഅബിനോടും തമീമുദ്ദാരിയോടും ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു അയ്യഖൂമാ ലിന്നാസി, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ ബി 11 റക്അ, 11 റക്അത്ത്. അപ്പോ ഈ 11 റക്അത്ത് നിസ്കരിക്കാനാണ് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത്. ഇതിന് ഇദ്ദേഹം ശറഹ് എഴുതുകയാണ് ലഅല്ല ഉമർ അഖദ ദാലിക മിൻ സ്വലാത്തിൻ നബി. ആലോചിക്കണം, ഏതെങ്കിലും മൂലമാരി ചെയ്താൽ ഭാഗത്ത് എവിടെയെങ്കിലും ഓടിച്ചുകൊണ്ടെങ്കിൽ കിട്ടുമെന്നാടി മൗലവി ഇങ്ങനെയൊക്കെ വായിക്കും. ഇങ്ങനെ തന്നെയാണോ കിതാബിൽ? മൗലവി തട്ടിവിടുകയാണോ? നാളത്തേക്ക് മാറ്റിവെക്കേണ്ട കിതാബ് കയ്യിലേക്ക് അങ്ങ് തരും. ആരാണിത് പറയുന്നത്? അതേ ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയാണ് പറയുന്നത്. ശാഫി മദ്ഹബുകാരനാണ് അദ്ദേഹം. ഈ റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരിമ ശിഷ്യനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരിയോടും ഉബയ്യ ഇബ്നു കഅബിനോടും 11 റക്അത്ത് നിസ്കരിക്കാനാണ് കൽപ്പിച്ചത് എന്ന റിപ്പോർട്ട് പറഞ്ഞിട്ട് പറയാണ് ലഅല്ല ഉമർ ഇത് കിട്ടിയത് എവിടെ നിന്നാണ്? അഖദ ദാലിക മിൻ സ്വലാത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റമദാനിലെ രാത്രി നിസ്കാരത്തിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഫഫി ഹദീഥി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ ഹദീസിലുണ്ടല്ലോ അന്നഹാ സുഇലത് അൻ സ്വലാത്തിഹി ഫി റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നിസ്കരിച്ച നിസ്കാരം റമദാനിൽ എങ്ങനെയായിരുന്നുവെന്ന് ആയിഷ ബിബിയോട് ചോദിച്ചപ്പോ മഹദി പറഞ്ഞല്ലോ മാകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ, അത് റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ 11നേക്കാൾ അധികരിപ്പിക്കുമായിരുന്നില്ലല്ലോ എന്ന ഹദീസ് ആയിഷ ബിബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുലമാര് സാധാരണ പറയാറുണ്ട് എന്ത് അത് വിത്തറിനെ പറ്റിയ മൗലവി അല്ല, വിത്തറിനെ പറ്റിയാണെങ്കിൽ റമദാനിൽ ഇമാം നിൽക്കാൻ പോകുന്ന ആൾക്കാരോട് എങ്ങനെയാ ഉമർ റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പിക്കുന്നത്? അപ്പൊ സുയൂത്തി ഇമാം പറയാണെടാ 11 നിസ്കരിക്കാൻ, തറാവീഹ് 11 നിസ്കരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ ഇബ്നു കഅബിനോടും തമീമുദ്ദാരിയോടും കൽപ്പിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതെ അഖദ ദാലിക മിൻ സ്വലാത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതാണ് 11 തറാവീഹ്.